പൊട്ടത്തരം മാത്രം വിളിച്ചു പറയുന്ന റഹ്മത്തുള്ള കാസിമി എന്ന് പറഞ്ഞ ആളുണ്ട്. അയാൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇപ്പൊ 10 കൊല്ലം കഴിഞ്ഞാൽ സുന്നിപ്പള്ളിയിൽ മുഴുവൻ പെണ്ണുങ്ങൾ ജുമഅക്ക് പോകുന്നാണ് മൂപ്പര് പറയുന്നത്. റഹ്മത്തുള്ള കാസിമി പറയാണ്. അയാൾ പറയണൊക്കെ അങ്ങക്ക് 10 കൊല്ലത്തിനുള്ളിൽ സുന്നികൾ ജുമഅക്ക് പെണ്ണുങ്ങളെ കൊണ്ടുപോകും. കൊണ്ടുപോയിട്ടില്ലെങ്കിൽ റഹ്മത്തുള്ളാന്റെ രക്തങ്ങൾ വരിക, എൻ്റെ ചെവിയൊന്നുകൊണ്ടാ ഞങ്ങൾ അരിയട്ടെ അറിയാം. കൃത്യമായിട്ട് അയാൾ പറയണത് 10 കൊല്ലം കഴിഞ്ഞാൽ അയാൾ പറയണത് നിങ്ങൾ എഴുതി വെച്ചോളി. റഹ്മത്തുള്ളാഹി പറയണത് 10 കൊല്ലം കഴിഞ്ഞാൽ സർവ്വ സുന്നി പള്ളിയിലും പെണ്ണുങ്ങൾ പള്ളിക്ക് ജുമഅക്ക് പോകും. അത് നിങ്ങൾ എഴുതി വെച്ചോളി. റഹ്മത്തുള്ളാഹി പറയണത് 10 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരും, ഇല്ലാന്നുണ്ടെങ്കിൽ കാതുങ്ങളാണ് മുറിച്ചു കൊണ്ടേക്കോളീന്ന്. അത്ര ഉറപ്പിലാ മൂപ്പര് പറയണത്. എന്തേ മൂപ്പർക്ക് തോന്നിയിട്ടുണ്ട് മുജാഹിദുകളുടെ വയല് കേൾക്കാൻ പോകരുതേന്ന് നമ്മൾ എത്ര വാട്സപ്പ് മെസ്സേജ് അയച്ചാലും എത്ര കൂലം കുത്തി ഒഴുക്കിനെ തടയാൻ ശ്രമിച്ചാലും നടക്കൂലാന്ന് മൂപ്പർക്ക് തോന്നി. കാരണം ഞങ്ങൾ പറയുന്നത് ആദർശമാണ്. ആ ആദർശം പാണക്കാട്ടെ തറവാട്ടിലെ പെണ്ണുങ്ങളുടെ മനസ്സുകളിൽ വരെ ഞങ്ങൾക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്. ഞങ്ങളാരും അവരുടെ വീട്ടിൽ പോയിട്ട് ആരെയും നിർബന്ധിച്ച് കേൾപ്പിക്കാറില്ല. പക്ഷേ പാണക്കാട്ടെ തങ്ങന്മാരുടെ ബീവിമാര് പോലും പള്ളിയിൽ പോകുന്ന വഹാബിച്ചികളാണ് എന്നാണ് റഹ്മത്തുള്ള കാസിമി പ്രസംഗിക്കുന്നത്. മുകളിലുള്ള സുന്നി സയ്യിദന്മാർ മുഴുവനും വഹാബികളാണ്, കടുത്ത വഹാബികളാണ്. പിന്നെ അവരുടെ നിലനിൽപ്പിന് വേണ്ടി സുന്നി ആയി നടിക്കുന്നേ ഉള്ളൂ. 1. 2, അവരുടെ വീടുകളിലെ അടുക്കളയിലെ ഭാര്യമാരിൽ 90% പെണ്ണുങ്ങൾ പക്ക വഹാബിച്ചികളാണ്. നമ്മുടെ ഏത് തങ്ങന്മാരെ പറ്റിയാന്ന് ചോദിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്ന തങ്ങന്മാരെന്നെ നോക്കിക്കളി. നമ്മൾ ഏറ്റവും ബഹുമാനിക്കുന്ന തങ്ങൾ കുടുംബം, ആ തങ്ങൾ കുടുംബത്തിലെ അടുക്കളയിലെ അവരുടെ ഭാര്യമാർ 90% പെണ്ണുങ്ങൾ വഹാബിച്ചികളാണ്. അയാൾക്കതിൽ വലിയ സങ്കടമുണ്ട്, ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ എടുക്കുന്ന അധ്വാനത്തിന് ഫലമുണ്ട്. അത് പാണക്കാട്ടെ തങ്ങന്മാരിലും എന്നു വേണ്ട നിങ്ങളുടെ പേരോടിലും അതുപോലെ തന്നെ മർക്കസിലും കുറ്റ്യാടിയിലെ സിറാജുൽ ഹുദായിലും എവിടെയാണ് ഞങ്ങളുടെ ശബ്ദങ്ങൾ ചലനം സൃഷ്ടിക്കാത്തത്? അല്ലാഹുവേ നീ സ്വീകരിക്കണമേ. ഞങ്ങൾക്കാരോടും വെറുപ്പില്ല, ഞങ്ങൾക്കാരോടും വിദ്വേഷമില്ല. ജനങ്ങൾ സത്യം പഠിക്കണമെന്നേ ഞങ്ങൾക്കുള്ളൂ. മുജാഹിദിൽ മെമ്പർഷിപ്പ് എടുക്കണം എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ പറയുന്ന സത്യം ആരംഗീകരിച്ചുവോ അവരെ ജനങ്ങൾ വഹാബിയാക്കും, അവരെ ജനങ്ങൾ മുജാഹിദാക്കും. അത് ഞങ്ങളുടെ തകരാറല്ല, ഞങ്ങൾ പഠിപ്പിക്കുന്ന പ്രമാണത്തിന്റെ പവറാണത് എന്ന് പ്രിയമുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കണം.